ഇതാണ് നമ്മുടെ വണ്ടി. ചെറിയ ചെറിയ കംപ്ലയിൻസ് ഒക്കെ ഉണ്ട്, അത് ഞാൻ പറയാം. നമ്മൾ മറ്റേ വണ്ടി സെയിൽ ചെയ്യാനുള്ള കാരണമെന്ന് വെച്ചെന്നാൽ ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ അവിടെ വഴിയെന്ന് വെച്ചാൽ നമ്മൾ മറ്റേ വണ്ടിയൊന്ന് സെയിൽ ചെയ്തായിരുന്നു ഗൈസ്. എൻ്റെ കാരണം ഞാൻ പറയാം. അപ്പോൾ ഈ വീഡിയോയിലോട്ട് പോകണമെങ്കിൽ നിങ്ങൾ ഈ ചാനൽ അതായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് സൈഡിൽ കാണാൻ ബെല്ലൈക്കണമെന്ന് എന്നോട് വെച്ചേക്കും. നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് പോവാം ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടി. നമ്മൾ ഇടുക്കി പോയാണ് എടുത്തത്. എടുക്കാനുള്ള കാരണം ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇത് 2012 മോഡൽ തന്നെ, നമ്മുടെ വണ്ടിയുടെ സെയിം മോഡൽ തന്നെയാണ്. പിന്നെ റീപെയിൻറ്റഡാണ് വണ്ടി. അത്യാവശ്യം നീറ്റാണ്. കുറച്ച് ചെറിയ ചെറിയ കംപ്ലയിൻസ് ഒക്കെ ഉണ്ട്, അത് ഞാൻ പറയാം. അപ്പോൾ നമ്മൾ മറ്റേ വണ്ടി സെയിൽ ചെയ്യാനുള്ള കാരണമെന്ന് വെച്ചെന്നാൽ ഒരു ബ്ലാക്ക് ആക്കണമെന്നുണ്ടായിരുന്നു എനിക്ക് വണ്ടി. ഇത് ബ്ലാക്കല്ല, ചെറിയൊരു ഗ്ലോസിനെസ് ഉള്ളൊരു നീലയുമുണ്ട് ചെറുതായിട്ട്. ഇടയ്ക്ക് രാത്രിയൊക്കെ ബ്ലാക്കാണ്, ദൂരത്ത് നോക്കിയാലും ബ്ലാക്കാണ്. പറ്റ വരാൻ നേരത്തെ ആ കളർ മനസ്സിലാകത്തുള്ളൂ നമുക്ക്. കണ്ടോ, ഇപ്പോൾ ബ്ലാക്കാണ്, പറ്റ വരാൻ നേരത്തെ മനസ്സിലാകത്തുള്ളൂ. ഒരു നീലയുടെ ഒരു ഷെയ്ഡ് വന്നിട്ടൊരു ഗിൽറ്റിൻ്റെ സംഭവമുണ്ട്. അപ്പോൾ ആ വണ്ടി കൊടുക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ ഞാൻ ചുമ്മാ നമ്മുടെ ഇതിന് മുന്നേ ഒരു NS സെയിലിന് ഇട്ടിട്ടില്ലായിരുന്നു. അപ്പോൾ അത് കണ്ടിട്ട് ഒരുത്തൻ എനിക്ക് ഒരു തൃശ്ശൂരുള്ള ഒരു പയ്യൻ എനിക്ക് മെസ്സേജ് അയച്ചായിരുന്നു. അപ്പോൾ അവൻ ആ വണ്ടി ചോദിച്ചാൽ മെസ്സേജ് അയച്ചു. അപ്പോൾ ഞാൻ ചുമ്മാ നമ്മുടെ വണ്ടി കൊടുക്കണ കാര്യം ചുമ്മാ പറഞ്ഞാൽ. അപ്പോൾ അവനത് എടുക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ സെയിലായതാണ് കേസ്. പെട്ടെന്നുള്ളതായിരുന്നു. അവൻ പയ്യനല്ലേ, എനിക്ക് എടുക്കുമെന്ന് വലിയ ഉറപ്പൊന്നുമില്ലായിരുന്നു. ചുമ്മാ അവൻ പറഞ്ഞെന്നുള്ളൊരു ഇത് മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. അവൻ വണ്ടി എടുക്കുമെന്ന് എനിക്കൊരു ഇതില്ലായിരുന്നു. പക്ഷെ അവൻ പെട്ടെന്ന് അവന് ഫണ്ടും റെഡിയായി നമ്മുടെ വണ്ടി അങ്ങനെ എടുത്ത്. ആ വണ്ടി പോയി കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്കാണെങ്കിൽ വേറെ വണ്ടിയുമില്ല. ഞാൻ പെട്ടെന്നുള്ളൊരു ഇതിലേക്ക് ഒരു സെയിലും ചെയ്തു. അവൻ രാത്രി വെളുപ്പിന് 2 മണിക്ക് വന്നേച്ചു അവൻ എടുത്തുകൊണ്ട് പോയത്. അവനെന്തോ അത്യാവശ്യം ഉണ്ടോ നന്ദനൊക്കെ പറഞ്ഞ് അങ്ങനെ തൃശ്ശൂരിൽ നിന്ന് എത്ര മണിക്കെത്താം, 12 മണിക്കാണ്ടൊക്കെയായിരുന്നു ട്രെയിനിങ് ആയിട്ട്. ആ ട്രെയിനിൽ കയറി 2 മണിക്കാണ് അവൻ എടുത്തിട്ട് പോയത്. ഞാൻ ഇവിടുന്ന് രാത്രിയാണ് പോയത് കൊടുത്തത്. അതിൻ്റെ വീഡിയോ ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്യാം ഗൈസ്. ഹേ ഗൈസ്, നമ്മുടെ വണ്ടി അങ്ങനെ സെയിലായി. പെട്ടെന്നുള്ള തീരുമാനമായിരുന്നു. പെട്ടെന്ന് ഒരു ഇൻസ്റ്റാ മെസ്സേജ് അയച്ച് അങ്ങനെ സെയിലാക്കാൻ പറ്റുമ്പോൾ ഞാൻ സെയിലാക്കി. അപ്പോൾ ബാക്കി ഡീറ്റെയിൽസും കാര്യമൊക്കെ ഞാൻ പിന്നെ പറഞ്ഞുതരാം. അപ്പോൾ ബൈ. എന്നിട്ട് അത് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് വണ്ടിയില്ല, പുറത്തിറങ്ങാൻ രക്ഷയില്ല. ഞാൻ ഇങ്ങനെ പെട്ട് നിൽക്കുകയായിരുന്നു. അപ്പോൾ ചുമ്മാ OLX നോക്കി അപ്പോൾ ബ്ലാക്ക് NS എടുക്കണമെന്നുണ്ടായിരുന്നു എനിക്ക്. അപ്പോൾ അത് കഴിഞ്ഞ് റീപെയിൻറ്റ് ചെയ്യാൻ കൊടുക്കണ കാര്യം ഓർത്തിട്ടാണ് ഞാൻ പിന്നെ അതിലോട്ട് പോകാൻ. അത് പെയിൻ്റ് അടിക്കാൻ കൊടുക്കാൻ പെയിൻ്റ് അടിക്കാൻ കൊടുത്താലും കുറച്ച് ദിവസം എടുക്കും വണ്ടി കിട്ടാൻ. അപ്പോൾ അത്രയും ദിവസമൊക്കെ വണ്ടിയില്ലെങ്കിൽ എനിക്ക് പുറത്തോട്ടിറങ്ങാൻ പറ്റത്തില്ല. പിന്നെ എനിക്ക് വർക്കുള്ളതാണ്. അപ്പോൾ അതിനും പോകാൻ നടക്കത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളത് സെയിൽ ചെയ്തിട്ട് വേറെ ബ്ലാക്ക് NS എടുക്കാൻ നിർത്തത്. അപ്പോൾ എന്തായാലും നമ്മളെടുത്ത് ഇടുക്കി പോയാണ് എടുത്തത്. ഇതെടുത്തപ്പോൾ തന്നെ 45 രൂപ കേസ്. പിന്നെ ഇവിടുന്ന് എനിക്ക് അങ്ങോട്ട് പോയ ചിലവും മൊത്തവും 50 രൂപയ്ക്ക് പറ്റേ വന്നിട്ടുണ്ട് കേസ്. ഇപ്പം പെട്രോൾ അടിച്ചതും പിന്നെ നമ്മൾ അങ്ങോട്ട് പോയ ബസ് കാശും ഫുഡെല്ലാം കൂടെ 50 രൂപയ്ക്ക് പറ്റേ വന്നിട്ടുണ്ട്. ഇവിടെ കോട്ടയത്തൊരു വണ്ടി കിടപ്പുണ്ടായിരുന്നു. പിന്നെ ഇത് കണ്ട് FB കണ്ടാണ് കേസ്. അപ്പം ഇഷ്ടപ്പെട്ട കാരണം ഞാൻ പോയതാണ്. അപ്പം അടുത്തൊരു മൂപ്പി പോയതാണ്. അവനൊരു കുഴപ്പമില്ലെന്നായിരുന്നു പറഞ്ഞ വണ്ടി. പക്ഷേ ഇപ്പം ടാപ്പറ്റടി ഉണ്ട് കേസ്. ടാപ്പറ്റടി കൊണ്ട് പിന്നെ വാക്കിംഗ് പിസ്റ്റൻ കംപ്ലൈൻറ്റ്. ആക്സിലേറ്റർ കൊടുക്കാൻ നേരത്ത് ഒരു മിസ്സടിച്ചിട്ട് പെട്ടെന്നാണ് വണ്ടി വലിച്ചു കയറ്റുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യണം. എന്തായാലും നമ്മൾ നാളെ വണ്ടി പണിയാൻ കയറ്റുന്നുണ്ട്. അതിൻ്റെ വീഡിയോ വേണമെങ്കിൽ ഞാൻ കാണിക്കാം, അടുത്തൊരു വീഡിയോ ഒക്കെ ചെയ്യാം. അപ്പോൾ ഈ വണ്ടി എടുക്കാനുള്ള കാരണം അതാണ്. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇത് എടുക്കാനുള്ള കാരണം ഡോമിൻ്റെ ഹെഡാണ് ഈ കേസ്. ഇത് ചെയ്തേക്കണം കണ്ടോ, ഫ്രണ്ടിൽ നല്ല ലുക്ക് കണ്ട, ലുക്ക് അടിപൊളി. ഇപ്പം നമ്പർ പ്ലേറ്റ് ഇത് സ്റ്റോക്കായിട്ട് വെച്ചേക്കായിരുന്നു, ഇവിടെ വെച്ചേക്കുന്നത്. ഞാൻ ഊരി താഴ്ത്ത് വെച്ചിട്ടുണ്ട്. മറ്റേ ഇത് വെച്ച് കേബിൾ ടൈ വെച്ച് ഇവിടെ താഴ്ത്ത് വെച്ചേക്കും. ഈ ഡോമിൻ്റെ ഹെഡ് കാരണമാണ് ഈ വണ്ടി എടുത്തത് തന്നെ. ഈ ഡോമിൻ്റെ ഹെഡ് പണിയിക്കണമെന്ന് പറഞ്ഞാൽ അത് ഇച്ചിരി വള്ളി പിടിച്ച കാര്യമാണ്. ഹെഡൊക്കെ ഊരിക്കൊടുത്ത് അതൊക്കെ ഇനി റെഡിയാക്കിയൊക്കെ വരുമ്പോൾ പിന്നെയും താമസിക്കുക. കാരണം ഡോമിൻ്റെ ഹെഡ് ചെയ്ത് തന്നെ ഒരു വണ്ടി എടുക്കാൻ ഓർത്ത് ഈ വണ്ടി കണ്ടപ്പോൾ എടുത്തതാണ്. പിന്നെ എടുക്കാനുള്ള കാരണത്തിലേ ഉള്ളൂ. ഇനി വിത്തിട്ട് ചെയ്തേക്കുന്ന മോഡിഫിക്കേഷൻ എന്ന് പറയാൻ നേരത്ത് അവൻ തന്നപ്പോൾ തന്നെ ഡ്യൂക്കിൻ്റെ ഒരു കോപ്പി ഇൻഡിക്കേറ്റർ ഫ്രണ്ടിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ എല്ലാ ലിവറും സ്വിച്ചും കാര്യങ്ങളെല്ലാം പുതിയതാണ്. പിന്നെ ഒരു മൊഡ്യൂൾ ഇരിപ്പുണ്ട് ഹസാഡിൻ്റെ. പിന്നെ അവിടെ റീപെയിൻ്റ് മൊത്തം ഗോൾഡൻ എൻജിൻ ഗോൾഡൻ പെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാം റീപെയിൻറ്റഡാണ്.
ഒന്ന് കഴുകുന്ന തിളങ്ങിയിരിക്കും വണ്ടി. ഇപ്പോൾ കഴുകാത്ത കാരണം ഇതിനെ പൊടി പിടിച്ചൊക്കെ ഇരിക്കണം. പിന്നെ നമ്മൾ പ്രോഡിസ്ക് ബുക്ക് ചെയ്തിട്ടുണ്ട്. അത് നാളെ വരും, ഇന്ന് വരും ചിലപ്പോൾ. പ്രോഡിസ്ക് ഇടുന്ന ഒരു വീഡിയോ ഞാൻ ചെയ്യാം കേസ്. മിക്കവർക്കും പ്രോഡിസ്ക് ഇടണേ അതിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ എൻ്റെയൊക്കെ കുറേ പേര് മെസ്സേജ് ചോദിക്കാറുണ്ട്. അതിൻ്റെ വീഡിയോ ഓർമ്മ ചെയ്യാം. അപ്പോൾ അതാണ് സംഭവം. പിന്നെ ഒരു അക്രോ ബൈക്ക്, നമ്മുടെ അക്രോ ബൈക്കാണ് ബെൻഡൂപ്പ് നമ്മുടെ, അത് നമ്മൾ കയറ്റിയതാണ് വണ്ടി കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോൾ. പിന്നെ ഒരു ഡിസ്കവറിൻ്റെ ഗ്രാബും കയറ്റിയിട്ടുണ്ട്. ഇതിൻ്റെ ഞാൻ ഗ്രാബ് മാറുന്ന വീഡിയോ ചെയ്തായിരുന്നല്ലോ, മറ്റേ സ്റ്റോക്ക് ഗ്രാബ് സെയിലുണ്ട്, ആർക്കെങ്കിലും വേണമെങ്കിൽ മെസ്സേജ് ചെയ്താൽ മതി. അപ്പോൾ ഡിസ്കവറിൻ്റെ ഗ്രാബും കയറ്റിയിട്ടുണ്ട്. പിന്നെ ടെയിൽ ടെടി ഇങ്ങനെയല്ലായിരുന്നു ഈസിരുന്ന, മറ്റേ ഇതിൻ്റെ കവറിട്ട് ഒരു ഇതായിട്ടായിരുന്നു. അത്യാവശ്യം വൃത്തിയുണ്ടായിരുന്നു, പക്ഷേ എനിക്ക് അങ്ങനെ ഇരുന്നിട്ട് ഒരു തൃപ്തി കിട്ടണല്ലോ. അപ്പോൾ നമ്മുടെ മറ്റേ വണ്ടി ഇരുന്ന പോലെ തന്നെ ഇങ്ങനെ ആക്കിയിട്ടുണ്ട്. പിന്നെ ബാക്കിലത്തെ ഇൻഡിക്കേറ്റർ ഇത് ഞാൻ മേടിച്ചതാണ്. ഇത് നമ്മുടെ ചേർത്തല റേഡിയസ് ഡോക്ക് എന്ന് പറഞ്ഞൊരു കടയുണ്ട്, അവിടെ നിന്ന് മേടിച്ചാണ്. 200 രൂപയാണ് ഇത് രണ്ടെണ്ണത്തിന്. അല്ല, ഒരെണ്ണത്തിന് 200 രൂപയാണ്, രണ്ടും കൂടെ 400 രൂപ. പിന്നെ ടെയിൽ വെച്ചേക്കണത് മറ്റേ രീതിയല്ല ഈസ്. ഇവിടെ നമ്മൾ താഴത്തോട്ട് ലാമ്പടിച്ച് വെച്ചേക്കണം. ഇതിൻ്റെ ഇവിടെ മുകളിൽ മറ്റേ സ്റ്റോക്ക് ടെയിൽ തന്നെ അവിടെ സ്ക്രൂ കയറ്റി ഒടിച്ച് വെച്ചേക്കണം ഒരു സൈഡ്. അപ്പോൾ അവിടെ വെക്കാൻ പറ്റിയില്ല, കാരണം നമ്മൾ മറ്റേ നീട്ടമുള്ള ഇത് ഇവിടെ ഇങ്ങനെ തന്നെയായിരുന്നു വെച്ചിരുന്ന. ആ ക്ലാമ്പ് ഉണ്ടായിരുന്ന കാരണം അവിടുന്ന് തന്നെ വെച്ചേക്കണം. ഇപ്പോൾ വലിയ വൃത്തികേടില്ലായിരിപ്പുണ്ട്. ഇത് കട്ട് ചെയ്യണം, നമ്മുടെ മറ്റേ വണ്ടിയെ കട്ട് ചെയ്തത് പോലെ ഇങ്ങനെ കട്ട് ചെയ്യണം, ഇച്ചിരി ലെവലാക്കി കട്ട് ചെയ്യണത്. പിന്നെ ചെയിൻ സ്പ്രോക്കറ്റ് എന്ന് പറയുമ്പോൾ ഗോൾഡൻ ചെയിനാണ് ഈസ്, കാരണം കുഴപ്പമില്ല. ചെയിൻ സ്പ്രോക്കറ്റിലോട്ടൊന്നും നോക്കണ്ട, അതൊക്കെ പുതിയതാണ്. പിന്നെ ഗിയർ ലിവറും എല്ലാം പുതിയതാണ്. പിന്നെ ഇതിൻ്റെ എഞ്ചിന് മൊത്തം പണിതാണെന്നാണ് എൻ്റെ ഇടയ്ക്ക് പറഞ്ഞത്. പിന്നെ ടാപ്പറ്റടി എങ്ങനെ വന്ന് ഈ വാക്യൂം പിസ്റ്റൺ എങ്ങനെ കംപ്ലൈൻ്റ് ആകുമെന്ന് എനിക്കറിയത്തില്ല. പിന്നെ ഇത് നമ്മുടെ പെട്രോൾ ഓൺ ഓഫ് ആക്കണതിൻ്റെ മറ്റേ നോബില്ലതിരിക്കണം, അതും ഇല്ല. ഞാൻ ചെറുതായിട്ടൊന്ന് വീണിട്ടുണ്ട്, ഇവിടെ കിറ്റ് ചെറുതായിട്ടൊന്ന് സ്ക്രാച്ച് ആയിട്ടുണ്ട്. അവിടെയും ഇവിടെ ചെറിയൊരു സ്ക്രാച്ചുണ്ട്. പിന്നെ മീറ്റർ ഡിസ്പ്ലേ കംപ്ലൈൻ്റ് ആണ്, കാണിച്ചു തരാം. ഇത് വർക്ക് ചെയ്യും. ഓഡോമീറ്ററിൻ്റെ ഡിസ്പ്ലേ കംപ്ലൈൻറ്റ്, നമ്മുടെ മറ്റേ വണ്ടിയുടെ പോലെ തന്നെ വെള്ളം കയറി പോയതാണത്. പിന്നെ ന്യൂട്രൽ ലൈറ്റ് കത്തും, സൈഡ് സ്റ്റാൻഡൊന്നും വർക്ക് ചെയ്യത്തില്ല. ഇത് ഇൻഡിക്കേറ്ററും വർക്ക് ചെയ്യും, ന്യൂട്രൽ ലൈറ്റും കത്തും. ഈ ബജാജിൻ്റെ എംബ്ലം കത്തുന്നുണ്ട്. പിന്നെ വണ്ടിയുടെ ക്ലച്ചിൻ്റെ സെൻസറും കംപ്ലൈൻ്റാണ്. ഇപ്പോൾ കയറി കിടക്കണമെങ്കിൽ നമ്മൾ സെൽഫ് അടിക്കാനേ വണ്ടി ചാടിപ്പോവും, അങ്ങനെ ഒരു സീനും ഉണ്ട്. അതൊക്കെ റെഡിയാക്കണമല്ല. പിന്നെ ചിലപ്പോൾ നമ്മളിപ്പോൾ ഇതിൻ്റെ മാറ്റാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ കുറച്ചാളിങ്ങനെ കൊണ്ട് നടക്കാൻ ഓർത്ത് അത് മാറ്റണം എന്തായാലും. ഇതെനിക്ക് ഈ ഗ്ലോസിനെസ് രാവിലെ നീലയായിട്ടാണ് തോന്നുന്നത്, ഫുൾ ബ്ലാക്ക് അല്ല. ഒരു ഫുൾ ബ്ലാക്കാണ് ഞാൻ നോക്കിയത്. ഇത് വണ്ടി കണ്ടപ്പോൾ ബ്ലാക്കായിട്ടാണ് തോന്നി, പക്ഷേ വണ്ടി എടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് മനസ്സിലായത് രാവിലെ ഇടയ്ക്ക് നോക്കുമ്പോൾ വേറൊരു കളറാണ്. പല കളറാണ് ഗൈസ്. രാത്രി വേറൊരു കളറ്, ഇത് ടോർച്ച് അടിച്ചെന്ന വേറെ കളറാണ്, വെയിലടിക്കാൻ നേരത്ത് നിന്ന് തിളങ്ങും. അങ്ങനെ ഒരു പല കളറാണ് തന്നെ. പിന്നെ വണ്ടി സ്റ്റാർട്ടാക്കിയാലേ ഇതിൻ്റെ ലൈറ്റും പാർക്ക് ലൈറ്റൊക്കെ കത്തത്തുള്ളൂ. വയറിംഗ് കണക്ഷൻ നേരിട്ട് കൊടുക്കണം, കീ സെറ്റയിലോട്ട് കൊടുക്കണം. അതൊക്കെ നമ്മളിനി എന്തായാലും എഞ്ചിൻ പണിയാൻ നാളെ കയറ്റും. അപ്പോൾ എഞ്ചിൻ പണിയുണ്ട ടാപ്പറ്റടി ആ വാക്യൂം പിസ്റ്റൺ റെഡിയാക്കാൻ നാളെ കയറ്റുന്നുണ്ട്. അപ്പോൾ അതും കൂടെ റെഡിയാക്കണം. ഞാൻ ഹെഡ് ലൈറ്റ് കാണിച്ചു തരാം. അല്ല, ടാപ്പറ്റടി എന്ന് പറഞ്ഞാൽ കയറ്റിച്ചു തരാം. അടി കണ്ട കട അത് ടാപ്പറ്റടിയാണ്. കണ്ടോ, അത് ടാപ്പറ്റടിയാണ്. ഈ പാർക്ക് ലൈറ്റ് നമ്മൾ മേടിച്ചിട്ടാണ് കേട്ടോ, അതില്ലായിരുന്നു വണ്ടിക്കകത്ത്. പാർക്ക് ലൈറ്റ് നമ്മൾ മേടിച്ചിട്ടാണ്. ഡോമിൻ്റെ ഹെഡ് ചെയ്തേക്കണ കാരണം ലുക്ക് നോക്കി ഭയങ്കര ഒരു ബീസ്റ്റ് ലുക്കാണ്. പിന്നെ നമ്മൾ ഹെഡ് കുനിച്ചിട്ടുണ്ട്, മറ്റേ അതിൻ്റെ താഴത്ത് വരുന്ന മറ്റേ സ്റ്റേ എടുത്ത് കളഞ്ഞിട്ട് ഹെഡ് കുനിച്ചിട്ടുണ്ട്. മറ്റേ കേബിൾ ടൈ വെച്ച് അടിച്ച് താഴ്ത്തിയിട്ടേക്ക്. ഇപ്പോൾ ഹെഡ് ലൈറ്റ് കാണിച്ചു തരാം. ഇപ്പോൾ പാർക്ക് ഓണാണ്, അതിൻ്റെ പാർക്ക് ഓണാണ്. ലൈറ്റ് കാണിച്ചു തരാം. ഇതാണ് അതിൻ്റെ ഹെഡിൻ്റെ ലൈറ്റ് വരുന്നത്. ഭയങ്കര വെട്ടാണ്. ഇത് ഞാൻ മേടിച്ചിട്ട് വന്നപ്പോൾ ഇത് പൊങ്ങിയിരിക്കുകയായിരുന്നു. ഇതിപ്പോൾ മറ്റേ ഇതുണ്ടായിരുന്ന പറഞ്ഞേ, സ്റ്റേ എവിടെ ഉണ്ടായിരുന്ന കാരണം ഹെഡിങ്ങനെ പൊങ്ങിയിരിക്കുകയായിരുന്നു. ഞാൻ തിരിച്ചു വന്ന വഴി വാഗോണ് കയറി വന്നത്. അപ്പോൾ എനിക്കങ്ങനെ ഒന്നും കാണാൻ പോലും മേലായിരുന്നു. ഇങ്ങനെ ലൈറ്റ് ഏറ്റവും മുകളിലോട്ട് അടിക്കണം. ഇതാ മരം കണ്ട, ആ മരത്തിൻ്റെ മുകളിലോട്ടാണ് ഇതിൻ്റെ ഫ്രണ്ട് ലൈറ്റ് അടിച്ചുകൊണ്ടിരുന്നത്. കാരണം ഒന്നും കാണാൻ മേലായിരുന്നു. കാരണം ഇപ്പോൾ ഹെഡ് കുഞ്ചിപ്പോൾ കറക്റ്റ് ലെവലായിട്ടുണ്ട് ലൈറ്റ്. അത് കാണാൻ പറ്റാവുന്നപ്പോൾ ഞാനോർത്തിന് ഈ ലൈറ്റ് കള്ളിയായിരിക്കും, ഇങ്ങനെ തന്നെ ഇരിക്കത്തുള്ളൂ എന്ന് ഓർത്ത്. ആ ഡോമിൻ്റെ സംഭവം സെറ്റ് ചെയ്തതിൻ്റെ വല്ല കുഴപ്പമായിരിക്കും എന്ന് ഓർത്തു. അത് സെറ്റ് ചെയ്യുന്ന കുഴപ്പമുണ്ട്, ചെറുതായിട്ട് പൊങ്ങിയിരിക്കണം. പിന്നെ ഇതിൻ്റെ ബ്രൈറ്റ് മാത്രമേ വരയ്ക്കത്തുള്ളൂ, ഡിമ്മ് വരയ്ക്കത്തില്ല. കണ്ട, ഡിമ്മ് വരയ്ക്കത്തില്ല, ബ്രൈറ്റ് മാത്രമേ വരയ്ക്കത്തുള്ളൂ. അതിൻ്റെ കുഴപ്പമാണെന്ന് ഓർത്ത് ഞാൻ ഒരു HJയുടെ ലൈറ്റ് വണ്ടി മേടിച്ചിട്ട് വന്ന വഴി തന്നെ എറണാകുളം കയറിയ വന്നു നമ്മൾ. മറ്റേ
ഡ്യൂക്കിൻ്റെ അണ്ടർവെല്ലിയും അല്ല RC-യുടെ അണ്ടർവെല്ലിയും ഡ്യൂക്കിൻ്റെ മഡ് ഗാർഡൊക്കെ എറണാകുളത്തുണ്ടെന്നും പറഞ്ഞ് അവിടെ നിന്ന് എടുക്കാമെന്ന് ഓർത്ത് അങ്ങനെ തോന്നുന്നു. പക്ഷേ അത് കിട്ടിയില്ല. അപ്പോൾ നമ്മൾ വന്ന വഴി ചേർത്തല കയറി എന്നായിരുന്നു HJGയുടെ ലൈറ്റും മേടിച്ചിട്ടുണ്ട്. 1600 രൂപ 1300 രൂപയുള്ളായിരുന്നു. എനിക്ക് ഒരു വഴിയിലായിട്ട് ഹെഡ് അഴിച്ചിട്ട് പിന്നെ അഴിക്കണ്ടല്ല എന്ന് ഓർത്ത് ഞാൻ അത് HJGയുടെ ലൈറ്റും കൂടെ മേടിച്ചിട്ട് തോന്നുന്നു. 1600 രൂപ കൊടുത്ത്. ഫ്ലിപ്കാർട്ടിൽ 1100 രൂപയുള്ള കേസ് ഇനി എന്തായാലും മൊത്തം മുമ്പ് ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെയാണ് കേസ് ഞാൻ പറഞ്ഞത്. 50 മോളിൽ വന്നിട്ടുണ്ട് എന്തായാലും. എൻ്റെ കയ്യിൽ നിന്ന് പൈസ മൊത്തം തീർന്നു. പിന്നെ എന്നായിരുന്നു പിന്നെ അങ്ങനെ ഒന്നുമില്ല കേസ്. അപ്പോൾ ടയറൊക്കെ ഫ്രണ്ട് ബാക്കും പുതിയതാണ്. പിന്നെ ഇതിൻ്റെ ഫ്രണ്ട് ബ്രേക്കിങ് പക്കയാണ്. വണ്ടി ചവിട്ടി അവിടെ നിൽക്കും. പാളിപ്പോത്തോ അങ്ങനെ സീനൊന്നുമില്ല. ബ്രേക്ക് പക്കയാണ്. നമ്മുടെ മറ്റേ വണ്ടിയുടെ ഡിസ്ക് വരെ ഉണ്ടായിരുന്നു. അത് ഡിസ്ക് മാറാത്താറാണ്. അതിൻ്റെ ബ്രേക്ക് പാടൊക്കെ നമ്മൾ മാറിയതാണ്. ബ്രേക്ക് പാടും പിന്നെ ഈ ഇതിൻ്റെ ഒരു കാലിപ്പറിൻ്റെ ഉള്ളിലൊരു സാധനമുണ്ട്, അതും മാറിയതായിരുന്നു നമ്മൾ. പിന്നെ RC-യുടെ ഗ്രിപ്പാണ്. ഇത് തന്നപ്പോൾ തന്നെ ഉണ്ടായിരുന്നു. RC-യുടെ ഗ്രിപ്പ് കിടപ്പുണ്ട് പുറത്തും. പിന്നെ ഈ ഹാൻഡിൽ MTയുടെ ആണ്. ഇത് നമ്മൾ മാറണം. ഇത് ഈ MTയുടെ ഹാൻഡിലും സെയിൽ ചെയ്യുന്നുണ്ട്. ആർക്കെങ്കിലും വേണമെങ്കിൽ പറഞ്ഞാൽ മതി. MTയുടെ ഹാൻഡിൽ മാറി ഇതിൻ്റെ ഡ്യൂക്കിൻ്റെ ഹാൻഡിൽ കയറ്റണം. ഇത് മറ്റേ സിൽവർ കളർ കയറ്റണം ബ്ലാക്ക് കയറ്റണം നിങ്ങൾ കമൻറ്റ് ചെയ്യും. അപ്പോൾ എനിക്ക് ബ്ലാക്ക് വെക്കണം സിൽവർ വെക്കണം എന്നൊരു കൺഫ്യൂഷൻ. ഏത് വെച്ചാലായിരിക്കും ലുക്ക്. എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യും. അപ്പോൾ നമ്മളാ വീഡിയോ ഇത്രയൊക്കെ വണ്ടിയുടെ ഉണ്ടല്ലോ ഫുൾ ഓവറോൾ ലുക്ക് ഉണ്ടല്ലോ നിങ്ങൾ. വണ്ടി അടിപൊളിയാണ്. ഇത് നമ്മളിനി ഇച്ചിരി കൂടെ സെറ്റാക്കി എടുക്കും. കൊണ്ടുവന്നപ്പോൾ ഇങ്ങനെയല്ലായിരുന്നു. എന്നാലും നമ്മളിപ്പോൾ മിററൊക്കെ ഊരി മാറ്റി വെച്ചേക്ക്. മിററൊക്കെ വെക്കണം. കുറച്ച് വള്ളിയായിട്ടിരിക്കും. ഇപ്പോൾ 15-ാം തീയതി വരെ ഭയങ്കര പിടുത്താന്ന് പറയണം. അപ്പോൾ ഫ്രണ്ടിൽ നമ്പർ പ്ലേറ്റ് നമ്മൾ ഊരി വെച്ചേക്കിരുന്നു. അപ്പോൾ അതെടുത്ത് വെച്ചാണ് ഈ പിടുത്താണെന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇനി നമുക്ക് മിററും കൂടെ എടുത്ത് വെക്കണം. കുറച്ച് നാൾ മര്യാദയ്ക്ക് കൊണ്ട് നടക്കാം. പിന്നെ സ്റ്റോക്കും എടുത്ത് വെക്കണം. വണ്ടി എന്തായാലും നാളെ എഞ്ചിൻ പണിയാൻ കിട്ടി. അപ്പോൾ എന്തായാലും വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ ഗേസ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ഈ വണ്ടി എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യും. എന്തായാലും മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം ഗേസ്. ബൈ.